ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ കൃഷിവിശേഷം സ്വീറ്റ് കോൺ. അതാണ് ഇന്നത്തെ കൃഷിവിശേഷം. അതെങ്ങനെ നടാം, അത് എങ്ങനെ അതിൻ്റെ ഫെർട്ടിലൈസിങ്, വാട്ടർ, അത് അങ്ങനെയുള്ള ചില ചെറിയ വിവരണങ്ങൾ, എൻ്റെ അറിവിൽപ്പെട്ട വിവരണങ്ങൾ ഞാൻ തരാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാനിത് നട്ടിരുന്നു, വലിയ കുഴപ്പമില്ലാതെ അത് കായ്ച്ചു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്കൊക്കെ താങ്ക്സ്. അത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. കോൺ നമുക്ക് ഇത് സീഡിൽ നിന്നാണ്, അത് അരിയിൽ നിന്നാണ് നമ്മളിത് നടുന്നത്. അപ്പോഴത് നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ നടാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഇത് കണ്ടില്ല, ഇതുപോലത്തെ ഇതിപ്പോൾ എനിക്ക് സമയം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് കിളുത്ത് വരുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ പാകിയതാണ്. അത് നമുക്ക് കവറിൽ പാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാകിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിപ്പോൾ ഓൾറെഡി ലേറ്റായി, സമയക്കുറവുകൊണ്ട് നടാൻ പറ്റിയില്ല. ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരിട്ടങ്ങ് നടാം. അതായത് എപ്പോഴും ഇത് നടുന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സീഡ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വാട്ടറിൽ ഒരു 8 hours അറ്റ്ലീസ്റ്റ് സോക്ക് ചെയ്തിട്ട് നടുന്നതായിരിക്കും അതിൻ്റെ കിളുത്ത് വരും ജെർമിനേഷൻ റേറ്റ് കൂടി കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നടീല് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇത് നടിൻ്റെ സ്പേസിംഗ് ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 ഇഞ്ച് 8 to 10 ഇഞ്ച് സ്പേസിങ് നടാം. അതുപോലെ തന്നെ റോയുടെ ഡിസ്റ്റൻസ് ഒരു 2 feet റോയിൽ ഈച്ച് റോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റാണ്. അതായത് തന്നെത്താനെ അതിൻ്റെ പരാഗണം നടക്കുകയാണ്. അപ്പോൾ അതിനുള്ള വിൻഡ് കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയാണ്. വിൻഡ് കിട്ടിയിട്ട് അതിൻ്റെ ഫ്ലവർ വന്ന് അത് ഇത് ചെയ്തിട്ട് വേണം ഇതിൻ്റെ കോണ് നമുക്കിത് കിട്ടാനായിട്ട്. അപ്പം ചിലപ്പം നമ്മൾ നട്ടിട്ടുള്ളവർക്ക് ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പം അതിൻ്റെ ഫുല്ലായിട്ട് അതിൻ്റെ അരി ഉള്ള കോണ് നമുക്ക് കിട്ടാതെ വരുന്നതിൻ്റെ കാര്യം ശരിയായിട്ടുള്ള പോളിനേഷനൊക്കെ നടക്കാത്തത് കൊണ്ടാണ്. അപ്പം നല്ല രീതിയിലുള്ള കോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളിനേഷനും എല്ലാം നല്ല രീതിയിൽ നടക്കണം. അതിന് ഇനഫായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മളിത് നടാനായിട്ട്. ഇതിപ്പം ഞാൻ ഓൾറെഡി നടാനായിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന ഏരിയയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഫെർട്ടിലൈസർ ഇട്ടാണ് നട്ടേക്കുന്നത്. എപ്പോഴും ഇതിൻ്റെ ഫെർട്ടിലൈസിങ് വളം വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റുള്ള ഇനം വളമാണ്. നമുക്ക് പിന്നെ ബ്ലെൻഡ് ആയിട്ടുള്ള 10-10-10 NPK നമുക്ക് യൂസ് ചെയ്യാം. അതതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലും പിന്നെ നമ്മൾ നട്ടൊരു 1 feet ഒക്കെ ഒരു 12 inch 14 inch ഹൈറ്റ് വരുന്ന സമയത്തുമാണ് ഇതിൻ്റെ ഫെർട്ടിലൈസിങ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വാട്ടറിങ് ആണ്. വാട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ മോയ്സ്റ്റ് കീപ്പ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ കോൺ. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിൻ്റെ വുഡ് ചിപ്സ് നട്ട് കഴിഞ്ഞിട്ട് വുഡ് ചിപ്സോ വെല്ലവും ഇതിൻ്റെ അകത്തിട്ട്, അതായത് മൾച്ചിങ് ചെയ്ത് നമുക്കതിൻ്റെ മോയ്സ്റ്റ് കീപ്പ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 inch വാട്ടറെങ്കിലും ഒരു പെർ വീക്കിൽ ഇതിന് കിട്ടിയിരിക്കണം. ആ മോയ്സ്ചർ കീപ്പ് ചെയ്ത് വേണം പോകാനായിട്ട്. അതാണ് വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും. ഇതിൻ്റെ മച്യൂരിറ്റി ടൈമാണ് പറയുന്നത്. 60 to 90 days കോണിൻ്റെ മച്യൂരിറ്റി ടൈമുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വെറൈറ്റി ഓഫ് ദ സ്വീറ്റ് കോൺ. പിന്നെ ഈച്ച് പ്ലാന്റിൽ നമുക്ക് നല്ലതായിട്ടുള്ള 2 കോണ് മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ വിവരണങ്ങൾ. അപ്പം ഞാനിത് ഓൾറെഡി ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ലേറ്റായി. ഇങ്ങനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തൈ ആയിരിക്കുമ്പോഴേ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സമയത്തിൻ്റെ കുറവ് കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സൗകര്യത്തിൽ ഞാനിതിപ്പോൾ അങ്ങോട്ട് പറിച്ച് നടാൻ പോവുകയാണ്. നല്ലപോലൊക്കെ വേരൊക്കെ ആയി. അപ്പം കഴിയുന്നത്ര ഇത്രയും ബിഗ് ആയതുകൊണ്ട് കഴിയുന്നത്രയും ക്ഷീണം തട്ടാതെ തന്നെ എടുത്ത് നടുക. ഓൾറെഡി ഞാൻ ഫെർട്ടിലൈസർ ഇട്ടതാണ്.
സ്പേസിങ് 10 ഇഞ്ച് വരത്തൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ളത് 2 ഫീറ്റ് വരത്തൊക്കെ എല്ലാം വേണം നമ്മൾ നടാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞൊരു സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇവിടെ തന്നെ വിൻഡ് ഹെൽപ്പ് ചെയ്ത് ആ പോളിനേഷൻ നടക്കണം. അതിനു വേണ്ടിയുള്ള ഇനഫ് വിൻഡ് സർക്കുലേഷൻ വരത്തക്ക രീതി വേണം നമ്മൾ നടാനായിട്ട്. അതായത് നടുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് നടുകയും ചെയ്യണം. അപ്പോൾ ഈ കോണിനെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലൊക്കെ വാട്ടർ കണ്ടന്റ്, അതായത് മോയിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ കോണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ വുഡ് ചിപ്സ് അല്ലെന്നുണ്ടെങ്കിൽ മൾച്ച് എന്ന് പറയും, ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മോയിസ്ചർ, അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം എവാപറേറ്റ് ചെയ്ത് പോകാതെ നല്ലപോലെ കീപ്പ് ചെയ്ത് മോയിസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ എല്ലാ കൃഷികൾക്കും ഇത് നല്ലതാണ്, പക്ഷെ എന്നുണ്ടെങ്കിൽ കോണിന് ഇത് ആവശ്യവുമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളൊക്കെ വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ കോൺ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമായിരുന്നു. കൊമേഴ്ഷ്യൽ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ വ്യത്യാസങ്ങളുണ്ട്. അതായത് കൂടുതലും മെഷീനറിയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് കോൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.